KCC സഭയുടെ ശിരയിലോടുന്ന രക്തമാണ്. അത് നമ്മൾ മറന്നു കളയരുത്. KCC ശീതീകരിക്കപ്പെട്ടാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ തണുത്ത് കുറഞ്ഞു പോകും. ആ തണുപ്പിൽ മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെടും, ജീവൻ നഷ്ടപ്പെടും, ഉണർവ് നഷ്ടപ്പെടും. അതുകൊണ്ട് KCC ഇതുപോലെ കത്തി ജ്വലിച്ച് നിൽക്കണം. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഇമ്മാനുവേൽ നിധി സാറെ, ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് വർഗീസ് അച്ഛ, പ്രിയപ്പെട്ട ജോസേട്ട, ഗ്ലോബൽ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ രാജീവ്, പ്രിയപ്പെട്ട വിയാരിച്ച, ബഹുമാനപ്പെട്ട ജോസഫ, ശ്രീ രാജേഷ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ, അൽമായ പ്രേക്ഷകരെ, പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഞാൻ അലഞ്ചിപ്പാറ പള്ളി വിശിഷ്ട കഴിഞ്ഞ് വരുന്ന വഴിയാണ്. എനിക്കല്പ സമയം മതി. ഇവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം സമുജ്വലമായ രീതിയിൽ ഇവിടെ പറയപ്പെട്ടു കഴിഞ്ഞു. പല വേദികളിലും ജോർജ് വർഗീസ് അച്ഛന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് പറയമാക്കൽ തോമാക്കത്തനാരാണ്, രണ്ട് നിധിയിരിക്കൽ മാണിക്കത്തനാരാണ്. അവരിരുവരുടെയും സഭാസ്നേഹം, വേദപുസ്തക പരിചയം, പാരമ്പര്യത്തോടുള്ള പ്രതിബദ്ധത എല്ലാം മനസ്സിൽ കണ്ട്, മനസ്സിലെടുത്ത് അത് ഡൈജസ്റ്റ് ചെയ്ത് ആ കാര്യമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ആനുകാലിക നാളുകളിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവതരമായ നിരീക്ഷണങ്ങൾ നടത്തി. അതേക്കുറിച്ച് എൻ്റെ ഒന്നും പറയേണ്ടതില്ല. അതുപോലെ പഴുത് അടച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇമ്മാനുവേൽ സാറും പ്രായോഗിക ബുദ്ധിയോടുകൂടെ എപ്പോഴും സംസാരിക്കുകയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും നേരത്തെ വന്ന് പങ്കെടുക്കുകയും അങ്ങനെ വളരെ പ്രൗഢോജ്വലമായ രീതിയിൽ ആ വലിയ തറവാടിൻ്റെ തുടർച്ച അദ്ദേഹത്തിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നതും ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിധീരി കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാത്ത സഭാ സമ്മേളനങ്ങൾ ഈ പതിറ്റാണ്ടുകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട സിറിലച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥതയിൽ ആ തറവാട്ടിൽ വെച്ച് തന്നെ നമ്മൾ വലിയൊരു എക്യുമെനിക്കൽ ഗ്യാതറിങ് നടത്തുകയുണ്ടായി. പുരാതനമായ ഒരു തറവാട്, മനോഹരമായ ഒരു വീട്, അവിടെ ആ തറവാട്ടിൽ വെച്ച് അത്തരം സമ്മേളനം നടത്താൻ സാധിച്ചതും അപൂർവമായ കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പം ഞാനിതൊക്കെ പറഞ്ഞത് നമുക്കിതുപോലുള്ള വലിയ അൽമായ നേതാക്കന്മാരും വൈദികരും പൊതു വേദികളിൽ മാത്രമല്ല, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ സമൂഹങ്ങളിലും അവർ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നു എന്ന് കാണുന്നതിലുള്ള സന്തോഷമാണ്. ജോർജ് വർഗീസിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ലത്തീൻ ഭാഷയിലെ ഒരു ആപ്തവാക്യമാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നത്. തോത്ത് വൂൾനെര തോത്ത് ഓറ. എല്ലാ മുറിവുകളും പ്രാർത്ഥനകളാക്കി മാറ്റണം. തോത്ത് വൂൾനെര. ഒരുപാട് മുറിവുകൾ
വ്യക്തികൾക്കും സമുദായത്തിനും സഭയ്ക്കും എല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണിത്. ആ മുറിപ്പാടുകളിൽ പ്രാർത്ഥന കാണാനും ആ മുറിവിനുള്ളിൽ ഈശോ ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും നിലപാടുകളും നമ്മെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോഴാണ് യാതൊരു വൈരാഗ്യവുമില്ലാതെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ സത്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരന്വേഷണം. ഈ AKCCയുടെ നട്ടെല്ല് അതുതന്നെയാണ്. ഏത് അവസരത്തിലും ഈ 10-16 വർഷങ്ങളിൽ ഏതാണ്ട് ഈ ടീം തന്നെയാണ് ഇതിൻ്റെ മുൻപിൽ നിന്ന് പ്രവർത്തിച്ചത്. നമ്മുടെ സമുദായത്തെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാം ബാധിക്കുന്ന കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം ഇവർ മുമ്പിലുണ്ടായിരുന്നു. വളരെ ഈടുറ്റ രീതിയിൽ പഠനങ്ങൾ നടത്തുകയും പൊതുരംഗത്ത് കത്തോലിക്കാ സഭയുടെ നസ്രാണികളുടെ സ്വരം ശക്തമായിട്ട് കേൾപ്പിക്കുകയും ചെയ്ത വലിയൊരു സംഖ്യാബലമുള്ള സംഘമാണ് AKCC, പാലാ AKCC. 108 വർഷങ്ങൾ ചെറിയൊരു കാര്യമല്ല. ഒരു ലെഗസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. 1 നൂറ്റാണ്ടിലധികം പൈതൃകമുള്ള ആൻറ്റിക്വിറ്റിയുള്ള അൽമായ മുന്നേറ്റ സംഘടന അത് നിധീരിക്കൽ മാണിച്ചൻ്റെ ജാത്യൈക്യ സംഘത്തോട് ബന്ധപ്പെട്ടും അതിൻ്റെ തുടർച്ചയിലും നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് ഒരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം. പക്ഷേ സംഘടനയായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ബലമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് മാത്രം അവശേഷിക്കും. സംഘടിക്കുക എന്നത് AKCCയുടെ രക്തത്തിലുള്ള കാര്യമാണ്. എത്രയോ മീറ്റിങ്ങുകൾ പൊതുവേദികളിലും അതുപോലെ പള്ളി കേന്ദ്രീകരിച്ചും ഇതുപോലുള്ള വളരെ വലിയ ഇടവക കേന്ദ്രങ്ങളിലുമൊക്കെ നമ്മൾ നടത്തിക്കഴിഞ്ഞു. അതൊരു കൂട്ടായ്മയുടെ നിലപാടാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പലതവണ പറഞ്ഞല്ലോ, നോ വൺ എഡ്യൂക്കേറ്റ്സ് എലോൺ. ആരും തനിച്ച് വിദ്യാഭ്യാസം നേടുന്നില്ല, അത് അസാധ്യമാണ്. ഈ AKCCയുടെ പ്രത്യേകത വലിയൊരു സ്ട്രോങ് ടീമാണിത്. ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഈ നട്ടുച്ച സമയത്തും റാലി നടത്താനും ഇതുപോലെ സംഘടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ സംഘടിതമായ ഒരു ലീഡർഷിപ്പും ഒരു ഡിസിഷനും ഈ AKCCയുടെ പിന്നിലുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ അച്ഛൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നെഗ്ലക്റ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഈ ടീമിലുണ്ടാകരുത്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്തവരാരും AKCC എന്ന പേരും പറഞ്ഞ് വരരുത്. അടുക്കളത്തോട്ടത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് വലിയൊരു സന്ദേശമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനസ്സില്ലാത്തവർ, അല്ലെ മാനുവൽ സാറ് പറഞ്ഞ പോലെ മാറി നിന്ന് പെറുപെറുക്കുന്നവർ. AKCC അതൊന്നുമല്ല. AKCC നിവർന്നു നിന്ന് സത്യത്തിനു വേണ്ടി, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കുവാനും നട്ടലുള്ള ആളുകളുടെ കൂടിവരവാണ്. അവിടെ അൺക്ലിയറായിട്ടുള്ള പ്രയോറിറ്റീസ് ഒന്നുമില്ല. നമുക്കിവിടെ പ്രൈവറ്റ് മോട്ടീവ്സ് ഒന്നുമില്ല. നല്ല ടീമാണ്. ആ ടീമിനെ ഡീമോട്ടിവേറ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകരുതെന്ന് ഇന്ന് മാനുവൽ സാറ് നമ്മളോട് പറഞ്ഞല്ലോ. അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. ഇവരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഞാൻ റോമിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞ ഒരു കൊച്ചു വാക്യമാണ് ഞാൻ ഓർക്കുന്നത്. സാക്രോ ഇഗോയിസ്മോ, സേക്രഡ് സെൽഫിഷ്നെസ്. സാക്രോ
ഇഗോയിസ്മുസ്, സേക്രഡായിട്ടുള്ള ഒരു സ്വാർത്ഥത സേക്രഡാകുന്നത് എപ്പോഴാണ്? അത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകാതിരിക്കുമ്പോൾ, റെസ്പോൺസിബിലിറ്റിയുടെ മേഖലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ, സത്യത്തിൻ്റെ വക്താക്കളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചില പരിശുദ്ധമായ അഹങ്കാരം ഉണ്ടായേക്കാം. ഇന്ന് ഇവരെല്ലാം സംസാരിച്ചത് ആ സക്രോ ഇഗോയിസ്മുസ്, ഒരു സേക്രഡ് സെൽഫിഷ്നെസ്, അത് പൂർണ്ണമായ സത്യം കാണാനുള്ള ഒരു വഴിയാണ്. അത് സ്വന്തമായ കാര്യങ്ങൾ പിടിച്ചു വെക്കാനോ ഏതെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാനോ ഒന്നുമല്ല. അത്തരത്തിൽ നമ്മളുടെ ഈ കുടിവരവിന് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. നമുക്ക് കയ്യെ ചെളി പറ്റും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അത് പേടിച്ച് മാറി നിന്നാൽ നമുക്ക് ഈ സംഘടനയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളായിട്ട് നിൽക്കാൻ പറ്റില്ല. സെയിൻറ്റ് ആൻസലമിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ഗോഡ് ഹാഡ് ടു ഗെറ്റ് ഡർട്ടി ഇൻ ഇൻകാർണേഷൻ. ദൈവം മനുഷ്യനായപ്പോൾ ഒരുപാട് ഡർട്ടിനെസ്, പോരായ്മകൾ എടുക്കേണ്ടി വന്നു. സ്വർഗത്തിലിരുന്ന ദൈവം ഒരു ശിശുവായിട്ട്, ബലഹീനനായ ഒരു കുട്ടിയായിട്ട് പിറക്കുകയാണ്. അതിൻ്റെ ബലഹീനതകൾ, വളർച്ചയുടെ പ്രശ്നങ്ങൾ, ആഹാര രീതികൾ, അങ്ങനെയുള്ള നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നാണ് ഈ കുഞ്ഞ് ദൈവമാണെന്ന് സഭ പ്രഖ്യാപിച്ചത്. ഗോഡ് ഹാഡ് ടു ഗെറ്റ് ഡർട്ടി ഇൻ ഇൻകാർണേഷൻ. ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് പൊടിപടലങ്ങൾ കണ്ട് അനുഭവിച്ച് സ്വന്തമാക്കേണ്ടി വന്നു. പ്രവർത്തന മേഖലയിൽ ഇറങ്ങിയപ്പോഴും ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് അതെല്ലാമാണ്. നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കില്ല. ഈശോയ്ക്ക് അതായിരുന്നു കിട്ടിയതെങ്കിൽ നമുക്ക് വേറെ എന്തോ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ പുണ്യവാളൻ തന്നെ, ആൻസലം തന്നെ പറഞ്ഞു, ഗോഡ് ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. ദൈവം സുവിശേഷത്തിൽ മാത്രമല്ല, കുർബാന അർപ്പിക്കുന്നിടത്ത് മാത്രമല്ല, ഗോഡ് ഈസ് ഗോഡ് ഇൻ ഡീറ്റെയിൽസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവികമായ ഒരു മാനദണ്ഡമുണ്ട്. ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സെയിൻറ്റ് ആൻസലമിൻ്റെ ആ വാക്യങ്ങൾ, ഗോഡ് ഹാഡ് ടു ഗെറ്റ് ഡർട്ടി ഇൻ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞതും, ഗോഡ് ഈസ് ഗോഡ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞതും ഈ എക്കസിയുടെ കാര്യം തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്തുമാത്രം സഹനങ്ങൾ, എന്തുമാത്രം വിശദാംശങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. നമ്മുടെ അൽമായർ പ്രബുദ്ധരായ അൽമായരാണ്, തലയെടുപ്പുള്ള അൽമായരാണ്, അറിവുള്ള അൽമായരാണ്, നിലപാടുകളുള്ള അൽമായരാണ്. അതുകൊണ്ടാണ് പ്രതിസന്ധികളിൽ നമുക്ക് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ സാധിക്കുന്നത്. നമ്മൾ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ സ്മരണ അനുസ്മരിക്കുന്ന നാളുകളിലാണ്. ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞ് വേദപുസ്തക കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 10 സ്ത്രീകൾ ഈശോയുടെ ശരീരം കണ്ട് സുഗന്ധദ്രവ്യം വിതറാനായിട്ട് പോയവർ തുറന്നു കിടക്കുന്ന കല്ലറയാണ് കണ്ടത്. കല്ലുകൾ മാറ്റപ്പെട്ടു. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. ദൈവം മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തത് കൽപാളികളിലാണ്, കല്ലുകൊണ്ടുള്ള കടലാസിലാണ് ആ കൽപ്പനകൾ എഴുതി കൊടുത്തത്. കൽഫലകകളായിരുന്നു. ഈശോയുടെ ഖബറിൽ നിന്ന് മാറ്റപ്പെട്ട ആ കല്ല് മോശയുടെ കൽപ്പനകൾ എഴുതിയ, ദൈവം പറഞ്ഞു കൊടുത്ത കൽപ്പനകൾ എഴുതിയ ആ കല്ലുകളാണ് അവിടെ
അവിടെ മാറ്റപ്പെട്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മോശയുടെ കൽപ്പനകളുടെ പരിമിതികളെല്ലാം അവിടെ തീർന്നു. ആ കല്ലുകൾ മാറ്റപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടു. ദൈവിക വെളിപാടിൻ്റെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് ശൂന്യമായ കല്ലറ. കല്ലുകൾ മാറ്റപ്പെട്ട ആ ഖബറ്, ഈശോയുടെ ഖബറുടെ മാത്രമേ മൂടിയില്ലാതെ ലോകത്തിലുള്ളല്ലോ. ആ മൂടിയില്ലാത്ത കല്ലറ, മാറ്റപ്പെട്ട കല്ലുകൾ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയാണ്. ന്യൂ ടെസ്റ്റമെൻ്റാണത്, സുവിശേഷമാണത്. പഴയ നിയമം പൂർത്തീകരിക്കപ്പെട്ടത് ഈ കല്ലുകൾ മാറ്റപ്പെട്ടപ്പോഴാണ്. ആ കൽഫലകകളുടെ സ്ഥാനത്താണ് ഉദ്ധിതനായ ഈശോയെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും. നമ്മൾ KCC ഇതുപോലുള്ള വലിയ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തിറങ്ങുമ്പോൾ അനാവശ്യമായ പലതും മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവരെല്ലാം സംസാരിച്ചത്. പരിശുദ്ധമായവ സംരക്ഷിക്കപ്പെടുകയും തെറ്റായ കാര്യങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് സത്യം തുറന്ന മനസ്സോടുകൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സത്യത്തിന് പരിമിതികളില്ല, അത് നിറവാണ്. അബ്രാഹം തൻ്റെ ആദ്യ മകനെ ഇസ്മായേലിനെ ഹാഗാറുമായിട്ട് പറഞ്ഞു വിടുമ്പോൾ ഏതാനും അപ്പക്കഷ്ണങ്ങളും ഒരു തുകൽ സഞ്ചിയിൽ നിറയെ വെള്ളവുമായിട്ടാണ് വിട്ടത്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു. ഈ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഒരു കുറ്റിക്കാട്ടിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ ഹാഗാർ മുഖം തിരിഞ്ഞിരിക്കുകയാണ്, ഈ കുഞ്ഞ് മരിക്കുന്നത് കാണാതിരിക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞിനെ കയ്യിലെടുക്കുക, തൊട്ടടുത്തൊരു ജലാശയമുണ്ട്, അവിടെ പോയി വെള്ളം സഞ്ചിയിൽ നിറയ്ക്കുക എന്നത്. ആ അമ്മ അങ്ങനെ ചെയ്തു. അങ്ങനെ ആ ഒരു പ്രതീകമുണ്ടല്ലോ, സഞ്ചിയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളവുമായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റുമായിട്ട് ഈശോയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പാത്രത്തിലെ വെള്ളം തീർന്നു പോകും, അത് വറ്റിപ്പോവും. ഏത് കുടത്തിലെയും വെള്ളം തീർന്നു പോകും. അത് വീണ്ടും വീണ്ടും നമ്മൾ നിറയ്ക്കണം. ഇസ്മായേൽ വർഗം ഈശോയെ അടുത്ത് അറിയാതെ നിൽക്കുന്ന ഏത് വ്യക്തിയും, എല്ലാ വ്യക്തികളും പാത്രത്തിൽ നിന്ന് മാത്രം വെള്ളം കുടിക്കുന്നവരാണ്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റമെൻറ്റിൻ്റെ ആ ഒരു കാരുണ്യം, ആ ഒരു ദൈവിക സംരക്ഷണത്തിൽ മാത്രം. എന്നാൽ ന്യൂ ടെസ്റ്റമെൻറ്റ് തടാകത്തിൽ നിന്ന് കുടിക്കുന്നവരാണ്. ഈശോയാകുന്ന ആ തടാകം, വറ്റാത്ത ഉറവ. ഈശോ പറഞ്ഞല്ലോ, വറ്റാത്ത ഉറവ ഞാനാണ്. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. ഈശോയിൽ നിന്ന് ആവശ്യാനുസരണം പാനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിർച്ചാലിൻ്റെ ഉറവയും ഉറവിടവും ഈശോയാണ്. പാത്രങ്ങളിലുള്ളത് തീർന്നു പോകും. ഉറവിടത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യവും തീർന്നു പോവുകയില്ല. അങ്ങനെ ഭാഗ്യപ്പെട്ട ആ ഒരു വലിയ പാരമ്പര്യത്തിൽ, അതിൽ ഏറ്റവും സുദീർഘമായ പൈതൃകമുള്ള തോമാശ്ലീഹായുടെ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വളരെയേറെ അതിൽ അഭിമാനിക്കാനുണ്ട്. ഒരുപക്ഷെ മറ്റൊരു സഭയ്ക്കും പരസ്യമായിട്ട് അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അപ്പസ്റ്റോലിസിറ്റി, ചരിത്രപരമായ ഒരു ശ്ലൈഹികത നേരിട്ട് ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് നമ്മൾ. ഭാഗ്യപ്പെട്ട ഒരു സമൂഹമാണ്. കർത്താവ് ദൈവവും കൂടെയാണെന്ന് മാർ വാലാഹ് ഏറ്റുപറഞ്ഞ ശിഷ്യനാണ് തോമ. അങ്ങനെ നമുക്ക് ഏറ്റവും ആദ്യ കാലഘട്ടം മുതൽ ഈ സവിശേഷമായ കാര്യത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റി. അവിടെ ഞാറക്കുന്നേലച്ചൻ പറഞ്ഞതുപോലെ കലാകാലങ്ങളിൽ ഈ സഭയെ സംരക്ഷിച്ചത് വാസ്തവത്തിൽ പ്രധാനമായിട്ടും അൽമായരാണ്. ഓരോ ക്രൈസ്തവനും ആൾട്ടർ ക്രിസ്റ്റൂസ്
ശരിയായിട്ടുള്ള ഈശോയെ പോലെയാണ്, മറ്റൊരു ഈശോയാണ് എന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സഭാപിതാക്കന്മാർ ക്ലെമന്റ് ഓഫ് റോം ഒക്കെ പറഞ്ഞു. എവരി ക്രിസ്ത്യൻ ഈ ഷാൾട്ടർ ക്രിസ്തുസ്. പിന്നീട് നമ്മൾ പറഞ്ഞതാണ് 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് ഓരോ അച്ഛനും മറ്റൊരു ക്രിസ്തുവാണ്, ഓരോ ബിഷപ്പും അടുത്ത ക്രിസ്തുസാണ്. ഒക്കെ ശരിയാണ്. അടിസ്ഥാനം എന്താണ്? എവരി ക്രിസ്ത്യൻ ഈസ് അനദർ ക്രൈസ്റ്റ്. അവിടെയാണ് ഇതിൻ്റെ മഹത്വം. മലങ്കര സഭയുടെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ആ ഒരു ബോധ്യം അൽമായർക്കുള്ളത് കൊണ്ടാണ്. അവിടെ അവരുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ, ലിറ്റർജി, വേദപുസ്തക പഠന ക്ലാസ്സുകൾ, അതിൽ നിന്നൊന്നും ഒരച്ഛനും മാറി നിൽക്കാൻ ഒക്കില്ല, ഒരു മെത്രാനും മാറി നിൽക്കാൻ ഒക്കില്ല. ആ വിശ്വാസ സമൂഹം എതിർക്കും. അവരാണ് അതിൻ്റെ സംരക്ഷകർ. ആ ദൈവജനമാണ് ഈ ദൈവാരാധനയും അതുപോലുള്ള മറ്റു കാര്യങ്ങളുമെല്ലാം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അത് ഒരു ഭാഗ്യമാണത്. നമുക്കിവിടെ മാനുവൽ സാർ പറഞ്ഞതുപോലെ കുറേയെല്ലാം ചിതറിക്കപ്പെടൽ, സ്കാറ്ററിങ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആളുകൾ തന്നെ നമ്മളെ കുറ്റം പറയുകയും നമ്മുടെ വൈദികരെയും അൽമായരെയും മെലത്തീഷ്യന്മാരെയും ഒക്കെ അനാവശ്യമായിട്ട് പൊതു രംഗത്ത് എടുത്തിട്ട് തല്ലുമ്പോൾ അത് ഒരു നിർഭാഗ്യകരമായൊരു കാര്യമാണ്. നമ്മൾ മറ്റു സഭകളിൽ നിന്ന് ഇനിയും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണത്. അൽമായർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ആരും അവിടെ അനുചിതമായ പെരുമാറ്റവുമായിട്ട് വരികയില്ല. ഒരച്ഛനും അങ്ങനെ ചെയ്യാനൊക്കെയില്ല, ഒരു മെത്രാനും അങ്ങനെ ചെയ്യാനൊക്കെയില്ല. സഭയെന്ന് പറയുന്നത് ദൈവജനമാണ്. ആ ദൈവജനത്തിൻ്റെ സെൻസുസ്, ആ ഫിദേലിയും, അവരുടെ ആ ഒരു സെൻസിറ്റിവിറ്റി, അവരുടെ ആ ഒരു ഒരു ഫ്രൊണേമ, കാർഡിനൽ ന്യൂമാൻ പറഞ്ഞ വാക്കാണ് ഫ്രൊണേമ. നമ്മളുടെ പാരമ്പര്യത്തോടുള്ള ഒരു ടച്ചബിലിറ്റി, അതിനെ ടച്ച് ചെയ്താണ് എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടതും ജീവിക്കേണ്ടതും. ആ ഫ്രൊണേമ, ആ ഒരു ടച്ചബിലിറ്റി നമുക്ക് കുറേയെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കൺസോളിഡേറ്റ് ചെയ്യിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഈ സംഘടനയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ വലിയ ചൂടാണ്, നിങ്ങൾ നടന്ന് നനഞ്ഞാണ് ഇവിടെ പലരും ഇരിക്കുന്നത് ഞാൻ ഒന്ന് കയറിയപ്പോൾ കണ്ടത്. അത് നിങ്ങൾക്ക് ഈശോയോടുള്ള ആ ടച്ചുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഈശോയെ സംരക്ഷിക്കുന്നവരാണെന്നുള്ള ആ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഒരു പള്ളിയിൽ ഒരു വഴക്കുണ്ടായപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ ജല്ലാളച്ചനുമായിട്ട് ചെന്നു. ഒരു അമ്മ, ഒരു പ്രായം ചെന്ന അമ്മമ്മയായിട്ടുള്ള എന്തോ ഒരു തെറ്റിദ്ധാരണ അച്ഛന്. അപ്പോൾ അമ്മ പള്ളിയിലൊക്കെ പോകുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഈ അരിശനോടെയുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഈ അച്ഛനുമായിട്ട് വഴക്കാവുന്ന വിധാനം അറിയാമല്ലോ, ഞാൻ ഈ അച്ഛൻ്റെ കുർബാന ഞാൻ അങ്ങനെയല്ല കാണുന്നത്, ഈശോയുടെ കുർബാനയാണ് അതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അച്ഛൻ എന്നോട് പിണങ്ങിയപ്പോഴും പള്ളിയിൽ വരരുതെന്ന് പറഞ്ഞപ്പോഴും ഈശോയുടെ കുർബാനയാണ് അവിടെ അർപ്പിക്കപ്പെടുന്നതെന്ന് ഒരു സാധു സ്ത്രീ പറഞ്ഞപ്പോൾ വലിയൊരു ദൈവശാസ്ത്രമാണ് അവർ പറഞ്ഞത്. അതിലാണ് കാര്യം, അതിലാണ് കടമ്പ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സിനഡാലിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും വിശദീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണിത്. ദൈവത്താൽ നയിക്കപ്പെടാൻ സ്വയം അനുവദിക്കുക, അതാണ് സിനഡാലിറ്റി. അതായത് അവൻ്റെ ഇഷ്ടം ഒരുമിച്ച് അന്വേഷിക്കുക. ഈ പല AKCC എപ്പോഴും ചെയ്യുന്നതാണ്. ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ഒരുമിച്ച് അന്വേഷിക്കുക, അത് പ്രൊക്ലെയിം ചെയ്യുക. അത്തരത്തിൽ വലിയൊരു സിനഡൽ സ്ട്രക്ചർ തന്നെയാണ് നമ്മളുടെ ഈ പൊടിവരവ്. നിങ്ങൾക്കുള്ളത് ഉത്ഥാനത്തിൻ്റെ കണ്ണുകളാണ്, ഉത്ഥിതനായ ഈശോയുടെ കണ്ണുകളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഈശോ 4 കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. പോവുക, ശിഷ്യപ്പെടുത്തുക,
പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കുക. ഞാൻ പഠിപ്പിച്ചത് എല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം പോരാ. അവർക്ക് സെലക്ട് ചെയ്യാൻ അവകാശമില്ല. എനിക്ക് ലിറ്റർജി ഇഷ്ടമില്ല, ബൈബിൾ മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ദൈവവചനം ഇഷ്ടമില്ല, പാരമ്പര്യം മാത്രമേ ഇഷ്ടമുള്ളൂ, കഥകൾ മാത്രമേ ഇഷ്ടമുള്ളൂ. ഈശോ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കണം. അപ്പോഴാണ് അവിടെ സഭയുള്ളത്. പോവുക, ശിഷ്യപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹായുടെയും നാമത്തിൽ മാമോദീസ മുക്കുക, ഞാൻ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുക. ഇന്ന് അനുസരണം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എല്ലാ മേഖലകളിലും. ഞാൻ ആരെയും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അങ്ങനെ അനുസരണം കുറഞ്ഞു പോകുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള വർത്തമാനം പറയുന്നു. ദൈവം ഇന്ന് അൺപോപ്പുലറാണ്. ദൈവത്തെക്കുറിച്ച് കേൾക്കാത്ത ധാരാളം ആളുകളുണ്ട്. ഈശോയെക്കുറിച്ച് കേൾക്കാത്ത ധാരാളം ആളുകളുണ്ട്. ഇന്നത്തെ ഗലീലിയിൽ ഉത്ഥിതനെ അന്വേഷിക്കണം. ഗലീലിയെക്കുറിച്ചായിരുന്നല്ലോ ഇന്നത്തെ സുവിശേഷം. ഗലീലി ഈശോ ആദ്യം ശിഷ്യന്മാരെ വിളിച്ച സ്ഥലമാണ്. ഈശോയ്ക്ക് വലിയ ബന്ധമുള്ള സ്ഥലമാണ്. ഈശോയുടെ ഉത്ഥാനശേഷം ഈ ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഏറ്റവും അവസാനം ശിഷ്യന്മാരെ 11 പേരെയും മലമുകളിൽ ക്ഷണിച്ച് അവസാന ആശീർവാദം കൊടുത്ത ഈ 4 കാര്യങ്ങൾ പഠിപ്പിച്ച സ്ഥലവുമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുറവലങ്ങാടും അരുവിത്തറയും എല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇന്നത്തെ ഗലീലി, അവിടെ ഉത്ഥിതനെ കാണാൻ നമുക്ക് സാധിക്കണം. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ ഒരു ശൃംഖല ജോർജ് വർഗീസിലൂടെ പറഞ്ഞു. അതുണ്ടായിക്കൊണ്ടിരിക്കും, എല്ലാ കാലത്തും ഉണ്ടാകും. സഭയുടെ ചരിത്രം അതാണ്. ആ ഗലീലിയിൽ അവിടെ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാകാം, സഭയെ എതിർക്കുന്നവരുണ്ടാകാം, സഭയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുണ്ടാകാം. ആ ഗലീലിയിൽ ഉത്ഥിതനെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് സുവിശേഷത്തിൻ്റെ, ഈശോയുടെ നല്ല പാരമ്പര്യം ജനിക്കുന്നതും വളരുന്നതും എല്ലാം. അവർ വലിയ പരിശ്രമത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ ഒരു പരിശ്രമം വളരെ വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ പരാധിപതിയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ രീതിയിൽ അനുസ്മരിക്കപ്പെടുന്ന കാര്യവും ഈ പാല എക്കശിശിയുടെ പ്രവർത്തനങ്ങളാണ്. കാരണം നിങ്ങൾ ഈശോയെ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും, സഭയുടെ പാരമ്പര്യം കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും ഞങ്ങളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അത് നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ കെട്ടുറപ്പാണ്. അതിൻ്റെ ഒരു അനുസ്മരണമാണ് ഈ KCC 108-ാം വാർഷികത്തിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓർത്തതും ചിന്തിച്ചതും പറയുന്നതുമെല്ലാം. ഞാൻ സമയ പരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മളുടെ പാരമ്പര്യങ്ങളെ, നമ്മളുടെ പരിശുദ്ധമായ സ്ഥലങ്ങളെ, നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളെ, അവരെ ഒന്നും നമുക്ക് വിട്ടുകളയാനാവില്ല. അവരെ വിട്ടുകളഞ്ഞിട്ട് നമുക്ക് സഭയുടെ പൈതൃകം ഉണ്ട് എന്ന് അവകാശപ്പെടാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈശോയിൽ ആശ്രയപ്പെട്ട് കർത്താവിനെ കൂട്ടുപിടിച്ച് വലിയ സുവിശേഷ പ്രഘോഷകരായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ സന്തോഷമാണ്. ആ സന്തോഷമാണ് ഇന്ന് ഈ വ്യത്യസ്ത കാലാവസ്ഥയിലും അല്ലെങ്കിൽ ചുരുക്കം ചില മാധ്യമ വേട്ടകളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതുപോലെ നമുക്ക് ഒന്നിക്കാനും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനും ഒക്കെ സാധിക്കുന്നത്. എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. എല്ലാവരെയും, ജോർജ് വർഗീസിനെയും മാനുവേൽ സാറിനെയും രാജീവിനെയും വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. KCC സഭയുടെ ശിരയിലോടുന്ന രക്തമാണ്. അത് നമ്മൾ മറന്നു കളയരുത്. KCC ശീതീകരിക്കപ്പെട്ടാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ തണുത്ത് കുറഞ്ഞു പോകും. ആ തണുപ്പിൽ മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെടും, ജീവൻ നഷ്ടപ്പെടും, ഉണർവ് നഷ്ടപ്പെടും. അതുകൊണ്ട് KCC ഇതുപോലെ കത്തി ജ്വലിച്ച് നിൽക്കണം.